ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൂര്യ നമസ്കാരം ചെയ്യാം. ആദ്യം തന്നെ കൈ ഇങ്ങനെ കൂപ്പി നിന്ന് ശരീരം നേരെ വെക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിൽ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഇങ്ങനെ മടങ്ങി കൈ ഇങ്ങനെ കാലിൻ്റെ രണ്ട് സൈഡിലും യോജിപ്പിക്കുക. അതിനുശേഷം ഇതേപോലെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് വെക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് മറ്റേ കാലം ബാക്കോട്ട് വെക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി. അതിനുശേഷം മുട്ടുകുത്തി. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് അഷ്ടാംഗ നമസ്കാരം. അതിനുശേഷം ഭുജംഗാസനം ചെയ്യുക. അതിനുശേഷം ഇതേപോലെ രണ്ട് കാലും ശരിക്കും അമർത്ത് വെക്കാൻ കഴിയില്ല. ആദ്യമൊന്നും പിന്നെ നമുക്ക് അമർത്ത് വെക്കാൻ കഴിയും. ആദ്യം ഇങ്ങനെ പൊതിയിട്ടുണ്ടായിരിക്കും. അത് സാരമില്ല, മെല്ലെ മെല്ലെ ചെയ്താൽ പിന്നെ കഴിയും. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഈ ഏത് കാലാണോ ആദ്യം ബാക്കോട്ട് വെച്ച് ആ കാല് മുൻപോട്ട് വെക്കുക. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ അടുത്ത് വെക്കാൻ കഴിയില്ല. അപ്പോൾ മെല്ലെ മെല്ലെ കൈ അനക്കാതെ ആ സ്ഥലത്ത് നിന്നിട്ടാൽ ഇങ്ങനെ കാല് വെക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് മറ്റേ കാലും എടുത്ത് അതേ സ്ഥാനത്ത് വെക്കുക. ഇങ്ങനെ മടങ്ങി വെക്കുക. പിന്നെ നല്ല സാവധാനം നിവർന്ന് ആദ്യത്തെ പോലെ തന്നെ ഉടലിടുക. പിന്നെ വീണ്ടും മറ്റേ കാല് ചെയ്യുക. ആദ്യം തൊഴുത് ശ്വാസം എടുത്തുകൊണ്ട് കഴിയുന്നു. അതിനുശേഷം എല്ലാം സാവധാനം ഇവിടെ രണ്ട് കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുക. ഇതേപോലെ മറ്റേ കാലും ബാക്കോട്ട് വയ്ക്കുക. അതിനുശേഷം മറ്റേ കാലും എന്നിട്ട് നേരെ ശരീരം വളയാതെ കയ്യും നേരെ വെച്ച് കാലും എല്ലാം ഇങ്ങനെ വെക്കുക. പിന്നെ അത് വെക്കുക. പിന്നെ അഷ്ടാംഗ നമസ്കാരം. പിന്നെ സാവധാനത്തിൽ കൈ ഇതേപോലെ രണ്ട് കാലും ഇങ്ങനെ മടമ്പ് കൈയിനത്ര അമർത്തി വെക്കുക നോക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഒറ്റക്കാലും ഇതേപോലെ ശരിക്കും അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ സാവധാനം എടുത്ത് വെച്ച് കൈയിൻ്റെ വിറകിൻ്റെ അതേ ലെവലിൽ വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മറ്റേ കാലം ഇവിടെ എടുത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ആദ്യത്തെ പോലെ തന്നെ വന്നെടുക്കുക. ഇത് കുറച്ച് ദിവസം 2-3 പ്രാവശ്യം ചെയ്യുക. പിന്നെ കൂട്ടി എടുക്കുക. ഇനി നമുക്ക് കൗണ്ടിങ്ങോടുകൂടി സൂര്യ നമസ്കാരം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി മറ്റേ കാലം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11
ഇതേപോലെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക. നമസ്തേ.